സ്നേഹിച്ചു സ്നേഹിച്ചേ കൽക്കരിക്കട്ടയെ വൈഡൂര്യമാക്കിയ ദൈവപുത്ര വരൂ വരൂ അവതരിക്കൂ. നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്നുള്ള പാട്ട് എഴുതിയിട്ട് 50 വർഷം പൂർത്തിയാകുകയാണല്ലോ. ഈ 50 വർഷം മുമ്പ് ഇങ്ങനെ ഒരു പാട്ട് എഴുതാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? അതിലേക്ക് വഴിവെച്ച കാരണങ്ങളും വല്ലതും ഉണ്ടായിരുന്നു? ആ കാലത്ത് ഒരു പാട്ടെഴുതുക എന്ന് പറയാൻ പോലും സാധിക്കാത്തൊരു കാലമാണ്. കാരണം വല്ല കവിതയൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രസിദ്ധീകരണങ്ങളിൽ നമുക്ക് വിടാമെന്നല്ലാതെ അത് റെക്കോർഡ് ചെയ്തെടുത്ത് അന്നൊക്കെ ലോങ് പ്ലേ ഡിസ്കുകൾ അല്ലെങ്കിൽ ഈ അരക്ക് കൊണ്ടുണ്ടാക്കിയ പ്ലേറ്റുകളില്ലേ, ആ പ്ലേറ്റുകളിലാണ് റെക്കോർഡ് ചെയ്തത്. അത് സാധാരണക്കാരനെ കൊണ്ട് പറ്റുന്ന കാര്യമായിരുന്നില്ല. അതായത് സംഗീതം ഈ കാലത്തെ പോലെ അത്രമാത്രം ജനകീയമായിരുന്നില്ല ആരുടെയും കയ്യിൽ. എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് അതിൽ തന്നെ ക്രൈസ്തവർക്ക് സംഗീതമൊന്നും അത്ര ആ കാലഘട്ടത്തിലൊട്ടും പ്രാപ്യമായ ഒരു കാലമല്ലായിരുന്നല്ലോ. ഞാനതിൻ്റെ ടെക്നോളജിയാണ് പറയുന്നത്. കാരണം ഒരു പാട്ട് എഴുതിയാലും നമുക്കതിനെ റെക്കോർഡ് ചെയ്തെടുക്കാനോ അതിനെ ആളുകളുടെ മധ്യത്തിലേക്ക് അവതരിപ്പിക്കാനോ സാധിക്കുന്ന ഒരു മാധ്യമമില്ല. ആകെ ഉള്ളത് ഈ പറയുന്ന പ്ലേറ്റുകളാണ്. ഈ പ്ലേറ്റുകളെന്ന് പറയുന്നത് വലിയ കമ്പനിക്കാർ മാത്രം ചെയ്യുന്നതല്ലേ. HMV അങ്ങനെയൊക്കെയുള്ള കമ്പനികളാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഒരു പാട്ട് എഴുതുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലത്താണ് എൻ്റെയൊക്കെ ചെറുപ്പം. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഇടയ്ക്ക് ഏതാനും ഡിസ്കുകൾ ആബേലച്ചനൊക്കെ ഇറക്കിയായിരുന്നു, ക്രിസ്തീയ ഭക്തിഗാനത്തിൻ്റെ. അന്നും ആബേലച്ചൻ ഈ രംഗത്തുണ്ട്. ആബേലച്ചനാണ് ആദ്യകാലത്തൊക്കെ ഈ ഏറ്റവും പുതിയ ഈ യുഗത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന നമ്മുടെ ഇവിടെയുള്ള ഒരു ആചാര്യൻ. പിന്നെ മൈക്കിൾ പനക്കൽ തുടങ്ങിയ വേറെ ചിലരൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ CSCയുടെ ഒരു സ്റ്റുഡിയോ ആരംഭിച്ചു. അന്നത്തെ കാലത്ത് ഇവിടെ നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ലൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ അങ്ങനെ ആരംഭിച്ചത് കൊണ്ട് ഞാൻ ഈ പാട്ട് അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ആ കാലത്ത് കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ CSC അന്നത്തെ രീതിയിലൊരു നല്ല സ്റ്റുഡിയോ തുടങ്ങി. പക്ഷേ ഇന്നതൊന്നുമല്ല. അപ്പോൾ അങ്ങനെ റെക്കോർഡിങ് ആരംഭിച്ചപ്പോൾ വിൻസെൻഷൻ സഭയുടെ വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ്റെ റിവൈവലിൻ്റെ 50-ാം വർഷം ഇച്ചിരി നന്നായിട്ട് കൊണ്ടാടാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 16mm ഫിലിം, ഡോക്യുമെൻ്ററി ഫിലിം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനെന്നെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അതിലേക്കൊരു പാട്ട് വേണം. ആ പാട്ട് എഴുതിക്കാനായിട്ട് ആബേലച്ചനെ ഞങ്ങൾ സമീപിച്ചു. ഞാനും എൻ്റെ ഒരു സീനിയർ അച്ഛനും കൂടെയാണ് പോയത്. അന്നത്തെ ഒരു ആചാര്യസ്ഥാനത്ത് ഇരിക്കുന്ന ഒരു ഗാനരചയിതാവാണ് ആബേലച്ചൻ, CMIയിലെ ആബേലച്ചൻ. അദ്ദേഹം കലാഭവനൊക്കെ തുടങ്ങിയ ഒരു സാഹചര്യമാണത്. അപ്പോൾ അച്ഛനെ സമീപിച്ചിട്ട് ഞങ്ങൾ ഈ പാട്ടിൻ്റെ കാര്യം പറഞ്ഞു. അച്ഛനൊന്ന് എഴുതി തരണം. അച്ഛൻ പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞ് ഒരു നോക്കാമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ അദ്ദേഹം മറന്നുപോയി. അപ്പം അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഒരു പാട്ട് എഴുതാനായിട്ട് പറ്റിയ ആരും വിൻസെൻഷൻ സഭയിലില്ലേ എന്ന് ചോദിച്ചു. അത് വാസ്തവത്തിൽ ഒരു പ്രചോദനമായി എനിക്ക്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ എന്നെ സ്വകാര്യമായിട്ട് വിളിച്ച് പറയുകയും ചെയ്തു, തനിക്കിത് സാധിക്കും, അതുകൊണ്ട് വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല, താൻ എഴുതാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഓർഡിനേഷൻ കഴിഞ്ഞിട്ട് 1 വർഷം ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഓർഡിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ വക ചിന്തകൾ, ഞാൻ വീട്ടിൽ നിന്ന് വന്നത്തെ അവസ്ഥ എന്താണ്, അത് കഴിഞ്ഞ് ഫോർമേഷനൊക്കെ കഴിഞ്ഞ് ഒരു വൈദ്യനായ സ്ഥിതിക്ക് ഉണ്ടായ മാറ്റങ്ങൾ, ഇതെല്ലാം ഓർത്താണ് എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്നേഹിച്ച് ഈ കൽക്കരിക്കട്ടെ വൈഡൂര്യമാക്കിയ ദൈവപുത്ര എന്നൊക്കെ പറയുന്നത് എന്നെ ഒരു പ്രാകൃതാവസ്ഥയിൽ നിന്ന് ഈ പൗരോഹിത്യത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുത്തിയെടുത്ത ആ സ്നേഹത്തെ ഓർത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ പാട്ടെഴുതി CSCക്കാരത് റെക്കോർഡ് ചെയ്ത് ആദ്യം വൈകാതെ KJ യേശുദാസ് സാറ് സ്റ്റുഡിയോ സന്ദർശിക്കാനായിട്ട് വരാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അവിടെ കയറി വന്നപ്പോൾ ഈ പാട്ട് റെക്കോർഡ് ചെയ്തത് കേൾപ്പിച്ചു. അപ്പോൾ കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം
മനോഹരമായൊരു പാട്ടാണല്ലോ, ഇതിങ്ങനെയൊക്കെ പാടിയാൽ മതിയോ എന്നുള്ള രീതിയിലൊരു കമൻ്റ് അടിച്ചു. ഉടനെ ഈ സ്റ്റുഡിയോയുടെ ഡയറക്ടർ അച്ഛൻ പറഞ്ഞു, അതിനെന്നാ ദാസപ്പന് വേണമെങ്കിൽ അത് പാടാമല്ലോ, ഈ ഇരിക്കുന്ന അച്ഛനാ എൻ്റെ ആൾ, കുഴപ്പമില്ല. അപ്പോൾ ഞാനും പറഞ്ഞു എനിക്ക് സന്തോഷമാണ്, ദാസേട്ടൻ പാടുന്ന എനിക്ക് വളരെ സന്തോഷം. യേശുദാസിന് 34 വയസ്സൊക്കെ ഉള്ളൂ. അന്ന് യേശുദാസ് വളരെ പ്രശസ്തിയുടെ കൊടുമുടി നിൽക്കുന്ന ഒരു സമയമായിരിക്കുമല്ലോ. അതെ അതെ. അങ്ങനെ അദ്ദേഹം അത് പാടാനായിട്ട് മേടിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ലോങ് പ്ലേ ഡിസ്കിൽ അത് ഇതും കൂടെ ചേർത്തു. അങ്ങനെയാണത് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് പ്രശസ്തമായി തീർന്നത്. മാത്രമല്ല അതിൻ്റെ സംഗീതം ജോബാൻ ജോർജ് എന്ന് പറയുന്ന വളരെ പ്രഗത്ഭരായ രണ്ടുപേരാണ്. തീർച്ചയായിട്ടും അവരെ അല്ലിയാമ്പൽ കടവിലെ നരയ്ക്ക് വെള്ളം എന്ന ഒരൊറ്റ സിനിമാ ഗാനത്തിലൂടെ വളരെ പ്രഗത്ഭരായ വ്യക്തികളായിരുന്നല്ലോ അവർ. മാത്രമല്ല ആ സിനിമാ ഗാനം പാടിയതിലൂടെയാണ് യേശുദാസും വളരെ പെട്ടെന്ന് അംഗീകരിക്കപ്പെട്ട് വന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഞാനും അതിൻ്റെ ഭാഗമായിട്ട് മാറി. വളരെ പ്രശസ്തരായിരുന്ന ജോബാൻ ജോർജ് ഈ ഇങ്ങനെ ഒരു ഭക്തിഗാനം മ്യൂസിക് കൊടുക്കാനായിട്ട് വരാനിടയായ സാഹചര്യം എങ്ങനെയായിരുന്നു? അവർ സിനിമാ രംഗത്തുനിന്ന് തിരിച്ച് മദ്രാസിൽ നിന്നും തിരിച്ച് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം അവർക്ക് സമയമുണ്ടായിരുന്നു, ഇതൊക്കെ ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട്. അവർ ഭക്തിഗാന രംഗത്തുള്ളവരാണല്ലോ. അങ്ങനെ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചാണ്. അതിൻ്റെ ഓർക്കസ്ട്ര ചെയ്തിരിക്കുന്നത് റെക്സ് ഐസക് ആണല്ലോ. അതെ അതെ, റെക്സ് ഐസക്. അദ്ദേഹവും വളരെ വളരെ ഒരു വ്യക്തിയല്ലോ. പിന്നല്ലേ. അപ്പോൾ ഈ ശരിക്കും അച്ഛാ ഈ എല്ലാ ഘടകങ്ങളും കൂടെ ഈ പാട്ടിനകത്ത് അങ്ങ് യോജിച്ചു ഒത്തുവന്നു എന്നുള്ളതാണ്. അതെ അതെ അതെ, അതൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം ഇത് ഇപ്പോൾ ഈ 50 വർഷം കഴിഞ്ഞിട്ട് ഈ പാട്ട് ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇത്ര മനോഹരമായ രീതിയിൽ ഇപ്പം യേശുദാസിൻ്റെ ശബ്ദം, ജോബാൻ ജോർജിൻ്റെ സംഗീതം, റെക്സ് ഐസക്കിൻ്റെ ഓർക്കസ്ട്ര, അതിലെല്ലാത്തിലും ഉപരി അച്ഛൻ്റെ ഈ കാലത്തെ അതിജീവിക്കുന്ന ആ രചന, ഇപ്പം ഈ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്നപ്പോഴാണ്. മാത്രമല്ല ഇവിടുത്തെ സ്റ്റുഡിയോയിൽ ഒന്ന് റെക്കോർഡ് ചെയ്തെങ്കിലും വീണ്ടും അത് തരങ്കണി പോയി. അന്ന് തരങ്കണി ഉണ്ടായിട്ടുണ്ട്. അന്ന് തരങ്കണി ചെന്നൈയിൽ ആരംഭിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീടാണ് അത് തിരുവനന്തപുരത്തേക്ക് പുതിയ കെട്ടിടത്തിലേക്ക്. അന്ന് വെച്ചാൽ ഇത് കാസറ്റിലായിരുന്നു അതോ അതിന് മുമ്പുള്ള? കാസറ്റ്. അന്ന് കാസറ്റ് ആയിട്ടില്ല. ഇല്ല, സ്പൂളായിട്ടില്ല. സ്പൂള് പോലും ഇല്ല. അത് ശരി. ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്ക് മാത്രമാണ് വലിയത്. അതെ അതെ. സ്പൂളിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സ്പൂൾ ഉപയോഗിക്കും എന്നല്ലാതെ സാധാരണക്കാരുടെ അത് പ്രാപ്യമായിരുന്നില്ല. അപ്പോൾ സാധാരണക്കാർക്ക് ഒരു പാട്ട് കേൾക്കാനൊന്നും അത്ര എളുപ്പമുള്ള ഒരു കാലഘട്ടം അല്ല. ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളൊന്നും. റേഡിയോയിൽ വരുന്ന ഗാനങ്ങളാണ് അന്നത്തെ ആസ്വാദനത്തിൻ്റെ ഒരു മാധ്യമം എന്ന് പറയുന്നത്. ആകാശവാണി റേഡിയോയിൽ കൂടെ സംഗീതം ഇങ്ങനെ ലളിത സംഗീതമായിട്ടും സിനിമാ സംഗീതമായിട്ടും. ആ കാലഘട്ടത്തിലൊക്കെ ഈ ക്രൈസ്തവ ഭക്തിഗാന രംഗം വളരെ ശുഷ്കമായിരിക്കും. ഒരിക്കലും ഒരുപക്ഷെ ബെലച്ചൻ്റെ 1-2 അങ്ങനെയുള്ള പേരുടെ പാട്ടുകളല്ലാതെ. അതിന് മുമ്പ് ആ പാടെ ഉണ്ടായിരുന്നത് ഏമ എന്ന് പറഞ്ഞാൽ എന്ന മൊട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗാനത്തിൻ്റെ ആ രീതിയിൽ ആ മ്യൂസിക്കിൽ നമ്മളിവിടെ വരികൾ എഴുതും. അത് പാരഡി എന്ന് പറയാം. അതാണ് ഈ പഴയകാല പാട്ടുപുസ്തകങ്ങളിലൊക്കെ ഏമ എന്ന മട്ടെന്ന അങ്ങനെയുള്ള പാട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് സ്വതന്ത്രമായിട്ട് വരികൾ എഴുതാനും അത് സ്വതന്ത്രമായിട്ട് ട്യൂൺ ചെയ്യാനൊക്കെ തുടങ്ങിയത്. അതിനൊക്കെ പാരലായിട്ട് ആവേലച്ചൻ്റെ ഒരു സംഘവും പിന്നെ ഈ CSCയുടെ ഒരു സംഘമൊക്കെ ഉണ്ടായിരുന്നു നോക്കാൻ. എങ്കിലും വളരെ അത് എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. അന്നുവെച്ചാൽ ഈ പാട്ടൊക്കെ എഴുതി ഇത് യേശുദാസ് റെക്കോർഡ് യേശുദാസ് ഇത് പാടാൻ ഉണ്ടായ സാഹചര്യമൊക്കെ വന്നു. അന്ന് അച്ഛനെ വിചാരിച്ചിരുന്നോ ഈ പാട്ടിങ്ങനെ ഒരു 50 വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെയും ഈ പാട്ടിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു സാഹചര്യമൊക്കെ വരുമെന്നൊക്കെ അന്ന് ചിന്തിക്കാൻ പറ്റുമായിരുന്നു? അങ്ങനെ ചിന്തിക്കാനൊന്നും പറ്റില്ല. എങ്കിലും ഈ പാട്ട് എൻ്റെ അറിവും എൻ്റെ ഞാൻ സാഹിത്യമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട ഒരാളെന്നുള്ള രീതിയിൽ ഇതിൻ്റെ രചനയുടെ പ്രത്യേകതയെക്കുറിച്ച് മറ്റു പല രചനകളെയും വെച്ച് അത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഓരോരുത്തർ സാവധാനം അത് തിരിച്ചറിഞ്ഞത് വന്നപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. അന്ന് അച്ഛന് ഇത്രയും ഈ ഒരു ആധ്യാത്മിക ചിന്താഗതി കരിക്കട്ടയായിരുന്ന എന്നെ
സ്നേഹിച്ച് സ്നേഹിച്ച് വൈഡൂര്യമാക്കിയ ദൈവോത്ര എന്ന് പറയുമ്പോൾ ശരിക്കും അതാ ഈശോയിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തിൻ്റെ ഒരു ചിത്രമാണല്ലോ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അന്നത്തെ എൻ്റെ അനുഭവത്തെക്കാൾ വലിയ അനുഭവങ്ങൾ പിന്നീട് എനിക്കുണ്ടായി. അപ്പോൾ ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി ഇന്നായിരുന്നല്ലോ ഇത് പറയേണ്ടത്. ഉദാഹരണത്തിന് പരിശുദ്ധാത്മാഭിഷേകമൊക്കെ പ്രാപിച്ച ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്നെ പോലെയുള്ള ഒരാൾ അത് കേൾക്കുമ്പോൾ അതിന് പ്രസക്തി വർദ്ധിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പം ഏറെക്കുറെ ഇത് അങ്ങനെ തന്നെയാണ്. അതെ. അത് അനുഭവത്തിൽ നിന്ന്, അന്നത്തെ കുഞ്ഞനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ പറഞ്ഞതിനെ ഇന്നത്തെ ദൈവാനുഭവമായിട്ട് നോക്കുമ്പോൾ ഇന്നായിരുന്നു അത് പറയേണ്ടിയിരുന്നത്, കൂടുതൽ പ്രസക്തമായിരിക്കുന്നു. അതുകൊണ്ടാണ് അച്ഛാ ഇത് കാലത്തെ അതിജീവിക്കുന്ന ഗാനം എന്ന് പറയുന്നത്. കാരണം ഇനിയൊരു 50 വർഷം കൂടെ കഴിഞ്ഞാലും അതെ, അതിന് പഴക്കം തോന്നുന്നു. ഈശോയുടെ സ്നേഹത്തിന് മാറ്റമില്ലല്ലോ. അതെന്നും പുതിയതായതുകൊണ്ട് ആ സ്നേഹത്തെ ഇത്രമേൽ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇത്രമാത്രം ചേർന്ന് പോകുന്ന ഒരു വർണ്ണന വേറെ അധികം ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം ഒരു കൽക്കരിക്കട്ടയെ ഇങ്ങനെ വൈഡൂര്യം പോലെ ആക്കി മാറ്റാൻ കഴിയുന്ന അത് ഈശോയുടെ സ്നേഹത്തിനല്ലാതെ ഈ ലോകത്തിൽ മറ്റൊന്നിനും അത് സാധ്യമാകത്തില്ലല്ലോ. മാത്രമല്ല അതിനകത്ത് കൽക്കരിക്കട്ട അടിസ്ഥാനപരമായിട്ട് കാർബണാണ്, വൈഡൂര്യവും കാർബണാണ്. അപ്പോൾ ഒന്ന് മറ്റൊന്നായിട്ട് രൂപാന്തരപ്പെടുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചും അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ ഒന്ന് തന്നെയാണ്. പക്ഷെ ആ മനുഷ്യന് രൂപാന്തരപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് ഏത് കരിക്കട്ട പോലെ ഇരിക്കുന്ന മനുഷ്യനും അതെ വൈഡൂര്യം പോലെ ആയിത്തീരാനുള്ള സാധ്യതയുണ്ട്. ഒരു വലിയ സാധ്യതയാണ്. ഒരു രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി ഒരു ദൈവത്തിൻ്റെ സ്പർശനത്താൽ ഉണ്ടാകുന്നുണ്ട്. ശരിക്കും വെച്ചാൽ ഈ സെമിനാരി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പട്ടമൊക്കെ കിട്ടി ആദ്യത്തെ 1 വർഷത്തിനുള്ളിലാണല്ലോ അച്ഛൻ ഈ പാട്ടൊക്കെ എഴുതുന്നത്. അപ്പോൾ അന്ന് ഇത്രയും ഉയർന്ന ഒരു ചിന്താഗതി അച്ഛനുണ്ടായത് എങ്ങനെയാണ്? അത് എനിക്ക് നേരത്തെ തന്നെ ഇപ്പോഴും ഞാൻ വളരെ ഉയർന്ന ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ പ്രൊഫസേഴ്സ് പഠിപ്പിക്കുമ്പോൾ പോലും ഇതിങ്ങനെ അല്ലല്ലോ ആയിരിക്കേണ്ടത് എന്നുള്ളൊരു തോന്നൽ അന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പരീക്ഷയ്ക്കൊക്കെ പലപ്പോഴും തോറ്റുപോയിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ അഭിപ്രായം ചിലപ്പോൾ എഴുതി വെക്കും. അത് അവരുടെ ശരിയോട് ചേരുന്നില്ല. ഇതല്ല പ്രത്യേകിച്ച് പിതാവ് മഹത്വപ്പെടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പിതാവിനെ പ്രസാദിപ്പിക്കാനാണ് പുത്രൻ ബലിയർപ്പിച്ചതെന്നൊക്കെയുള്ള കേൾക്കുമ്പോഴേ എനിക്കത് അന്ന് സ്വീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അപ്പോൾ പിതാവും പുത്രനും രണ്ടായി പോയില്ലേ, ഒന്നല്ലേ. പിതാവിനെ നമ്മൾ പുത്രനിലൂടെ തന്നെ കാണുമെന്ന് ഈശോ പറഞ്ഞില്ലേ. അങ്ങനെ എനിക്ക് പാരമ്പര്യമായി കിട്ടിയ ഈ പഠനത്തിലൂടെ ലഭിച്ച അറിവിനെ എനിക്ക് അംഗീകരിക്കാൻ പലപ്പോഴും പറ്റിയിട്ടില്ല പല കാര്യങ്ങളിലും. പക്ഷെ അതൊക്കെ പിന്നീട് ഉപകരിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പം സത്യം എന്താണെന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയതുകൊണ്ട് അത് പുസ്തകത്തിലൊക്കെ ആയിട്ട് പ്രസംഗത്തിലൊക്കെ ആയിട്ട് എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ പിന്നീടും അനേക ഗാനങ്ങളിലൂടെ അച്ഛൻ ഈ സത്യത്തെ എത്ര മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. നമുക്ക് ആ പാട്ടുകളെക്കുറിച്ചും കൂടെ ഒന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ആത്മീയ നവീകരണത്തിന് നേതൃത്വം നൽകിയ അതികായനായ ആത്മീയ ആചാര്യനാണ് ആദരണീയനായ മൈക്കിൾ പനച്ചിക്കലച്ചൻ. ദൈവവചന പ്രഘോഷണവും തൻ്റെ ജീവിതത്തിലൂടെയുള്ളതായ സാക്ഷ്യവും ഇതിനെ സമഞ്ജസമായി സത്തയിൽ സന്നിവേശിപ്പിക്കുവാൻ സാധിച്ചു എന്നതാണ് ബഹുമാനപ്പെട്ട പനച്ചിക്കലച്ചൻ്റെ പ്രത്യേകത. മൈക്കിൾ പനച്ചിക്കലച്ചനെ സഭ സമൂഹം അടയാളപ്പെടുത്തുന്നത് അച്ഛൻ്റെ ഉള്ളിൽ ഉറകൂടിയ ആത്മീയ അനുഭവം, അത് അനേകം ഗാനങ്ങളായി ജനകോടികളുടെ ഹൃദയങ്ങളെ കഴിഞ്ഞ 50 വർഷങ്ങളായി ജ്വലിപ്പിച്ചു എന്നതിലാണ്. മൈക്കിളച്ചൻ്റെ ഗാനങ്ങൾ ഓരോന്നും വ്യതിരക്തമാണ്. അച്ഛൻ്റെ
ശക്തമായ ദൈവാനുഭവത്തിൻ്റെ പ്രതിഫലനമാണ്. അച്ഛൻ്റെ ഭാഷാശൈലി, അച്ഛൻ്റെ വാക്ചാതുരി, ഇതെല്ലാം ആ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ആയതിനാൽ ഈ കാലഘട്ടത്തിൽ തന്നെ ഒരു ഗവേഷണ വിഷയമായി മൈക്കിൾ പനച്ചിക്കലച്ചൻ്റെ ഗാനശേഖരം വിഷയമാകണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അത് അനേകർക്ക് പ്രചോദനമാകട്ടെ. കാരണം കാലത്തെ അതിജീവിക്കുന്ന അനേകം ഗാനങ്ങൾ സഭയ്ക്ക്, സമൂഹത്തിന് സംഭാവന ചെയ്ത അതികായനായ ഒരു ആചാര്യശ്രേഷ്ഠനാണ് മൈക്കിൾ പനച്ചിക്കലച്ചൻ. അച്ഛൻ്റെ ഗാനരചനയുടെ ഈ 50-ാം വർഷം ഇത് അസുലഭമായ ഒരു മുഹൂർത്തമാണ്. എല്ലാ പ്രാർത്ഥനകളും നന്മകളും നല്ല ആരോഗ്യവും മൈക്കിളച്ചന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു. ക്രിസ്തീയ ഭക്തി ഗാനശാഖയ്ക്ക് ഒരുപാട് അതുല്യമായ സംഭാവനകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മൈക്കിളച്ചൻ. അച്ഛൻ്റെ പ്രകാശനം ചെയ്യപ്പെട്ട ഗാനങ്ങളിൽ ആദ്യത്തെ ഗാനം നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് എന്ന്. ആ ഗാനത്തിൻ്റെ മനോഹാരിത നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളേറെ ആസ്വദിച്ചിട്ടുള്ളൊരു ഗാനമാണത്. നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ, സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളെ, മർത്യനും ദൈവവും ഈ ത്യാഗഭൂമിയിൽ നിത്യം ലയിക്കുന്ന നിമിഷങ്ങളെ. ചില പ്രതീകങ്ങളും ബിംബങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വച്ചിട്ട് ആ ഗാനത്തിലൂടെ ഒരു വലിയ ആത്മീയ അനുഭൂതി അച്ഛൻ നമുക്ക് പകർന്നു തരികയാണ്. നമ്മുടെ എല്ലാം മനസ്സിൽ ഇന്നും പച്ചകടാതെ നിൽക്കുന്ന ഗാനങ്ങളിലൊന്നാണ് അച്ഛൻ്റെ ആ ഗാനം. അതിനുശേഷം ഈ 50 ആണ്ടുകളിലൂടെ എത്രയോ അതുല്യമായ സംഭാവനകളാണ് ക്രിസ്തീയ ഭക്തി ഗാനരംഗത്തേക്ക് അച്ഛൻ നൽകിയത്. നമ്മളെല്ലാവരും ഏറ്റുപാടുന്ന മറ്റൊരു ഗാനമുണ്ട്. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. നമ്മുടെ പള്ളികളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ പാടുന്ന ഒരു ഗാനം. ആ ഗാനം പാടാത്തവരായി നമ്മളാരും തന്നെ ഉണ്ടാകില്ല. ഒരുപക്ഷെ ക്രൈസ്തവർ മാത്രമല്ല, അക്രൈസ്തവരും ഏറ്റെടുത്തിട്ടുള്ള പാട്ടുകളിൽ ഒന്നാണ് തിരുനാമകീർത്തനം എന്നുള്ള ആ ഗാനം. ഇതുപോലെ ഒരുപാട് ഗാനങ്ങൾ നമുക്കായി അച്ഛൻ സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ അച്ഛൻ്റെ ഗാനരചനാ രംഗത്തേക്ക് അച്ഛൻ കടന്നു വന്നതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ പ്രിയപ്പെട്ട മൈക്കിൾ പനച്ചിക്കലച്ചന് എല്ലാ ആശംസകളും അനുമോദനങ്ങളും നേരുകയാണ്. ഇനിയും അതുല്യമായ അനശ്വരമായ ഒരുപാട് ഗാനങ്ങൾ അച്ഛൻ്റെ തൂലികയിലൂടെ പിറക്കാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം അച്ഛനെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചിക്കലച്ചൻ ഒരു ബഹുമുഖ പ്രതിഭയാണ്. ദൈവം നൽകിയ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് പല രംഗങ്ങളിലും അദ്ദേഹം തൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയത്തക്കത് ഭക്തിഗാന രംഗത്ത് അദ്ദേഹം നടത്തിയ നിസ്തുലമായ സംഭാവനകളാണ്. അദ്ദേഹം ആദ്യം ഭക്തിഗാനം എഴുതിയതിൻ്റെ 50 വർഷം പൂർത്തിയാകുമ്പോൾ 500ഓളം ഭക്തിഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എനിക്ക് പനച്ചിക്കലച്ചനെ 10-30 വർഷമായിട്ട് അടുത്തറിയാം. പക്ഷേ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ ഭക്തിഗാനങ്ങളിലൂടെ എനിക്ക് അദ്ദേഹം സുപരിചിതനാണ്. പ്രത്യേകിച്ച് അദ്ദേഹം അൽഫോൻസാമയെക്കുറിച്ച് എഴുതിയ ഭക്തിഗാനങ്ങൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. കുടമാളൂരിൽ ജനനം, മുട്ടത്ത് പാടത്ത് പഠനം, കുഞ്ഞിലെ അമ്മ മരിച്ചതിനാലെ മുരിക്കൽ പേരമ്മ വളർത്തി,
ഇങ്ങനെയുള്ള ആ ലൈനുകൾ ഒഴുകുമ്പോൾ അൽഫോൻസാമ്മയെ കുറിച്ചുള്ള ഭക്തി നമ്മൾ ജനിക്കുന്നു. അതുപോലെ തന്നെ അൽഫോൻസാമ്മയുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതുപോലെയുള്ള അനേകം ഭക്തിഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുള്ളത് നമുക്കൊക്കെ സുപരിചിതമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരുപക്ഷെ പനച്ചിക്കലച്ചൻ ക്രിസ്തീയ ഭക്തിഗാന രംഗത്തേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഈ രംഗം വളരെ ശുഷ്കമാക്കിയിരുമായിരുന്നുവെന്ന്. ഏതായാലും അദ്ദേഹം ഭക്തിഗാനം എഴുതിയതിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാവരുടെ മംഗളങ്ങൾ നേരുന്നു, അദ്ദേഹത്തെ അനുമോദിക്കുന്നു, അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഇനിയും അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നും അനേകം നല്ല ഭക്തിഗാനങ്ങൾ ഉണ്ടാകാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ട ആരോഗ്യവും ആയുസ്സും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. പ്രിയരെ, നമുക്കെല്ലാം പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചിക്കലച്ചൻ എഴുതിയ നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ എന്ന ഗാനത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ ഓർമ്മയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊക്കെ പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പാട്ടിനെ പറ്റി പറയാനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, യേശുദാസ് ഇത് പാടുമ്പോൾ 12-ാം തീയതി തിങ്കളാഴ്ച വെളുപ്പിന് 5 മണിക്കാണ് ഇത് പാടി തീർത്തത്. സോ യു ക്യാൻ ഇമാജിൻ ദ ഡെഡിക്കേഷൻ ഹി ഹാസ് ടുവേർഡ്സ് ഹിസ് വർക്ക്. അതായത് ഉച്ചയ്ക്ക് തുടങ്ങിയ ആൾ വീട്ടിലൊന്നും പോകാണ്ട് ഞങ്ങളുടെ കൂടി സഹകരിച്ച് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഏകദേശം വെളുപ്പിന് 4 മണിക്കായി. അത് പാടി തീർന്നപ്പോൾ 5 മണി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ കൺസോളിൽ പോയി എല്ലാവരും പാട്ട് കേൾക്കാൻ ഇടയായി. യേശുദാസ്, ഞാൻ ദാസ് എന്നാണ് സാധാരണ വിളിക്കാറ്, അദ്ദേഹം കണ്ണും പൂട്ടി അത് ശ്രമിച്ചിട്ട് പറഞ്ഞ് ഇതിലെന്തോ ദൈവികമായിട്ടുണ്ട്, മറ്റു പാട്ടുകളില്ല എന്നല്ല, ബട്ട് ദിസ് ഇസ് സംതിങ് വെരി സ്പെഷ്യൽ. വല്ലാത്ത ഒരു അനുഭൂതി സൃഷ്ടിക്കുന്ന ഒരു ഗാനം. അപ്പോൾ ഇതായിരുന്നു യേശുദാസിൻ്റെ അന്നത്തെ പ്രതികരണം. ഓക്കെ, ഇന്ന് ഐ തിങ്ക് 1990-ലാണെന്ന് തോന്നുന്നു. ഞാനപ്പോൾ മൈക്കിൾ പനച്ചിക്കലച്ചനെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ആ പാട്ട് ചെയ്തത് അച്ഛനാണെന്നറിയാം. ആസ് എ ലിറിസിസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, വളരെ ഗഹനമായിട്ടുള്ള അർത്ഥസമ്പുഷ്ടമായ വരികളാണെങ്കിലും ഏറ്റവും ലളിതമായ രീതിയിൽ എഴുതി സാധാരണ ജനങ്ങൾക്ക് സ്വായത്തമാക്കാനും മനസ്സിലാക്കാനുമുള്ള പ്രത്യേക ഒരു പാഠവും അച്ഛനുണ്ട് എന്ന് വേണം എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്. ഓൾസോ ഐ ഫെൽറ്റ് വരികളിൽ തന്നെ സംഗീതം ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് യു ഫൈൻഡ് ഇറ്റ് സോ ഈസി ടു കമ്പോസ് എ ട്യൂൺ ഫോർ ദിസ് ലിറിക്സ്. സോ ദാറ്റ് ഈസ് എ സ്പെഷ്യൽ, പല എഴുത്തുകാർക്കും ഇല്ലാത്ത ഒരു കഴിവാണത്. മ്യൂസിക് ഈസ് ഓൾറെഡി ദർ, ഓൺലി തിങ് ഈസ് യു ഹാവ് ടു ഗിവ് ഷേപ്പ് ടു ഇറ്റ്. So this is my personal opinion about father's lyrical ability. എൽഡ്രിജിന് അച്ഛനെ പറ്റി പറയുമ്പോൾ 100 നാവല്ല 1000 നാവാണ്. ബിക്കോസ് ഐ തിങ്ക് ഹി ഹസ് ഡൺ ഒരു 100 പാട്ടെങ്കിലും അച്ഛന് വേണ്ടി കമ്പോസ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ അനുജൻ എൽഡ്രിജ് ഐസക്സ്. അപ്പം അദ്ദേഹം പ്രത്യേകം പറഞ്ഞൊരു സംഗതി, വാക്കുകൾ നിർലോഭം വരും. എന്ത് പറഞ്ഞാലും അച്ഛോ ആ ഒരു വാക്ക് ശരിയായില്ല എന്ന് പറഞ്ഞാൽ 6 വാക്കുകൾ ഉടനെ പറഞ്ഞു തരും. എൽഡ്രിജ് താൻ ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തു. രണ്ടാമത് ചിന്തിച്ച് കഷ്ടപ്പെട്ട് ആലോചിച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭാഷയുടെ മേലുള്ള പാണ്ഡിത്യം അത് വേറെ. എൽഡ്രിജ് പിന്നെ വളരെ അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു സംഗതി, എൽഡ്രിജിന് തരംഗിണി കാസറ്റ് ചെയ്യാനുള്ള ഒരു സന്ദർഭം കിട്ടി. എൽഡ്രിജ് BTHൽ പോയി യേശുദാസിനെ കാണുന്നു. ഇത് തുടങ്ങിയപ്പോൾ തന്നെ ദാസ് പറഞ്ഞൊരു സംഗതിയാണ്, മോനെ ഒരു കാര്യം, കവിത എഴുതുമ്പോൾ കൽക്കരിക്കട്ടെ വൈഡൂര്യമാക്കിയ എന്നെഴുതിയ ആ വരികൾ എഴുതിയ ആ അച്ഛനുണ്ടായിരിക്കണം. സോ ദിസ് ഇസ് ഓൾസോ അനദർ കോംപ്ലിമെൻറ്റ്. അതായത് 77-ൽ പാടിയ ആ പാട്ടിൻ്റെ വരികൾ യേശുദാസിൻ്റെ മനസ്സിൽ അന്നുണ്ട്. അതിലേറ്റവും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു പ്രത്യേക ഫ്രേസാണ്
കൽക്കരിക്കട്ടെ വൈഡൂര്യമാക്കിയ എന്നുള്ള ആ പർട്ടിക്കുലർ ഫ്രേസ്. അപ്പോൾ so this is also a great compliment. He sings thousands of songs, but again this particular song has gone deep into his heart. So this is an example, or it's a testimony of that. അച്ഛന് ഇനിയും 1000 പാട്ടുകൾ എങ്കിലും എഴുതണമെന്നും അതിനുള്ള ആരോഗ്യവും കഴിവും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കവിത എഴുത്തിൻ്റെ 50-ാം വർഷം ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ മൈക്കിൾ പനച്ചിക്കൽ അച്ഛന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പ്രശസ്തമായ ഗാനങ്ങളുണ്ടെങ്കിലും ദൈവപുത്രൻ എന്ന ആൽബത്തിലെ നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ എന്ന പാട്ട് ആർക്കും മറക്കാൻ സാധിക്കില്ല. അത്ര നല്ലൊരു ഗാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വരികൾ പാടാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഓഡിയോ ട്രാക്സ് എന്ന ആൽബത്തിന് വേണ്ടി, സ്തുതിഗീതം എന്ന ആൽബത്തിന് വേണ്ടി 2 ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ട് പാടിയിട്ടുണ്ട്. ആകാശങ്ങളെ എന്ന പാട്ടും അടിയാട്ടിയായ ഒരു പെൺകുട്ടി എന്നുള്ള 2 പാട്ടും. ഇത് റെക്സ് മാസ്റ്ററാണ് ഇതിന് സംഗീതം നൽകിയിരുന്നത്. 89-ലാണ് റെക്കോർഡ് ചെയ്തതെന്ന് വിചാരിക്കുന്നു, കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്തായാലും 50ൻ്റെ നിറവിൽ നിൽക്കുന്ന 50-ാം വാർഷികം ആഘോഷിക്കുന്ന മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ദീർഘായുസ്സും ആരോഗ്യവും എല്ലാ സമ്പൽ സമൃദ്ധിയും ദൈവം അങ്ങേക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ. പ്രശസ്തമായ ഈ ഗാനം നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് 50 വർഷങ്ങളാകുന്നു. ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ രചിച്ച് യശശരീരരായ ജോബ് മാസ്റ്ററും ജോർജ് മാസ്റ്ററും ഈണം നൽകി ഗാനഗന്ധർവൻ യേശുദാസ് ആലപിച്ച ഈ ഗാനം എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ചങ്കിലുണ്ടാകും. സ്നേഹിച്ചു സ്നേഹിച്ച് കൽക്കരിക്കട്ടയെ വൈഡൂര്യമാക്കിയ ദൈവപുത്ര. പനച്ചിക്കലച്ഛൻ്റെ സുന്ദരമായ ഈ വരികൾ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മളിൽ ആഴമായി നിറയ്ക്കുന്നുണ്ട്. പനച്ചിക്കലച്ഛൻ്റെ വ്യത്യസ്തമായ രചനകളും ആശയങ്ങളും പദപ്രയോഗങ്ങളും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ദൈവാനുഗ്രഹത്താൽ അച്ഛൻ്റെ കുറേ രചനകൾക്ക് സംഗീതം നൽകാൻ എനിക്ക് അവസരവും ലഭിച്ചിട്ടുണ്ട്. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ വിളിച്ചാൽ വിളി കേൾക്കും, എൻ്റെ കൈവിലങ്ങഴിഞ്ഞു വീണു, ആഴത്തിൽ മുറിവേറ്റു വേദനിക്കുമ്പോൾ കർത്താവേ നീ എൻ്റെ കൂടെയുള്ളതിനാൽ ഓരോ നിമിഷവും സ്വർഗീയം. എത്ര പോയാലും അതിരു കാണാത്ത അനന്ത സ്നേഹം നീ. വരപ്രസാദകാലം ഇതു രക്ഷയേകും ദിവസം. പഞ്ചവർണ്ണക്കിളി കുഞ്ഞുങ്ങളെ, പാടിപ്പറക്കുന്ന പൈതങ്ങളെ, കർത്താവിൻ തിരുനാമം വാഴ്ത്തിപ്പാടാം. സ്തുതി കീർത്തനം വാനിലുയർന്നു, തിരുനാളങ്ങൾ മിഴി തുറന്നു, മനുഷ്യ വിളിക്കുന്നു ദൈവം, ദൈവരാജ്യത്തിന് ഭാരതഭൂമിയിൽ. ഇങ്ങനെ കുറേ നല്ല പാട്ടുകൾ അച്ഛനോട് ചേർന്ന് സംവിധാനം ചെയ്യാൻ എനിക്ക് അനുഗ്രഹം ലഭിച്ചു എന്നത് ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുകയാണ്. പാട്ടിന് പൂർണ്ണത ലഭിക്കുവാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും കറക്റ്റ് ചെയ്തു തരുവാൻ പനച്ചിക്കലച്ഛൻ എപ്പോഴും തയ്യാറാണ്. അച്ഛൻ്റെ ഓരോ രചനയും നമുക്ക് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും ജീവിക്കുവാനും കഴിയുന്ന പാഠപുസ്തകങ്ങളാണ്. പ്രിയപ്പെട്ട പനച്ചിക്കലച്ഛനെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു.
അച്ഛനെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. ആയുരാരോഗ്യം നൽകി ദൈവം എന്നും അച്ഛനെ കാത്ത് സംരക്ഷിക്കട്ടെ. ക്രിസ്തീയ ഭക്തിഗാന രചനാ രംഗത്ത് 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന മൈക്കിൾ പനച്ചിക്കൽ അച്ഛന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. അച്ഛൻ്റെ പാട്ടുകൾ പാടുവാൻ എനിക്കും ഭാഗ്യം ലഭിച്ചത് നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ്റെ പാട്ടുകളുടെ പ്രത്യേകത ഓരോ ഗാനങ്ങളും ധ്യാനാത്മകമാണ്, ഹൃദയസ്പർശിയാണ്. അത് നമ്മെ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ തൻ്റെ എഴുത്തു വഴികളിൽ ഇന്നും സജീവമായിരിക്കുന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. ഈ അവസരത്തിൽ എൻ്റെ ആത്മീയ ഗുരുവിന് ഒത്തിരി സ്നേഹത്തോടുകൂടി എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നന്ദി. നമസ്കാരം. മൈക്കിൾ അച്ഛൻ്റെ പാട്ടുകൾ വളരെ ഇഷ്ടമാണ്. അച്ഛനോടൊപ്പം പുലിമട എന്നുള്ള സിനിമയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഭാഗ്യമുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് സമീപിച്ച് പാട്ട് എഴുതിപ്പിച്ചതാണ്. വളരെ നല്ലൊരു കലാകാരനായ ഒരു അച്ഛൻ. അച്ഛൻ്റെ എഴുതുന്നു. ഇനിയും ഒരുപാട് പാട്ടുകൾ ഉണ്ടാവട്ടെ. ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. എല്ലാ ആശംസകളും. താങ്ക് യു.